ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാനൊരു ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ എപ്പോഴും കാണുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് ബിസ്ക്കറ്റിലാണെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ തണുത്ത ബിസ്ക്കറ്റ് ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ 2 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാവുന്നതാണ്. പഞ്ചസാര ഒരു ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ബിസ്ക്കറ്റ് പുഡിംഗ് റെഡിയാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം കുതിർത്ത് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റില്ലേ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 2 കോഴിമുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു അര സ്പൂണിൻ്റെ അടുത്ത് വാനില എസൻസും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ കാരമൽ ചെയ്ത് ഒഴിച്ചു വെച്ചിട്ടുള്ള ട്രേയിൽ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം വെച്ച് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രേയില്ലേ അത് അതിലേക്ക് വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് നമുക്കൊരു 30 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. 30 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ബിസ്ക്കറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് വേർപെടുത്തി കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇത് തട്ടി കൊടുക്കാം. നല്ലൊരു ബിസ്ക്കറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിപ്പം തണുത്ത ബിസ്ക്കറ്റൊക്കെ കൊണ്ട് തന്നെ ഇതേ കണക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. നോക്കിയാൽ നന്നായിട്ടിത് കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണിത്. ഒരിക്കലെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ലൊരു പുഡിങ്ങാണിത്. ഇത് നല്ല തണുപ്പോടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ച് ഇത് കഴിക്കാവുന്നതാണ്. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവർ 1 മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി അവർക്ക് കൊടുക്കുകയും ചെയ്യാം. അവരും ഹാപ്പിയാവും, നിങ്ങളും ഹാപ്പിയാവും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.